നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ പ്രസിഡന്റ് കാലാവധിയിൽ തന്നെ ഗ്രീൻലൻഡ് വാങ്ങാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു. രണ്ടാം തവണയും പ്രസിഡന്റ് ആയ ശേഷമുള്ള ഘട്ടത്തിലും ഈ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഗ്രീൻലൻഡിൽ പ്രത്യേക ദൂതനെ നിയമിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കിയിരിക്കുകയാണ്. ലുസിയാനയിലെ റിപ്പബ്ലിക്കൻ ഗവർണറായ ജെഫ് ലാൻഡ്രിയെയാണ് ഗ്രീൻലൻഡിന്റെ കാര്യം നോക്കുന്നതിനായി ഞായറാഴ്ച ട്രംപ് നിയമിച്ചത്. ഗ്രീൻലൻഡിനെ US ഭാഗമാക്കാനായി താൻ യത്നിക്കുമെന്ന് പദവി ഏറ്റെടുത്തുകൊണ്ട് ലാൻഡ്രി എക്സിലൂടെ അറിയിച്ചു. ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലൻഡിനെ വിലയ്ക്ക് വാങ്ങുകയോ അമേരിക്കയുടെ ഭാഗമാക്കുകയോ ചെയ്യുക എന്നത് ട്രംപിന്റെ പഴയ താല്പര്യമാണ്. 2019 അദ്ദേഹം ഇത് പരസ്യമായി പറഞ്ഞപ്പോൾ ഡെൻമാർക്കും ഗ്രീൻലൻഡ് സർക്കാരും അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നു. ഗ്രീൻലൻഡ് വിൽപ്പനയ്ക്കുള്ളതല്ല എന്നായിരുന്നു രാഷ്ട്രത്തിന്റെ നിലപാട്. ഗ്രീൻലൻഡിന്റെ ഭാവി അവിടുത്തുകാർ തന്നെ തീരുമാനിക്കുമെന്നും ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയെ ബഹുമാനിക്കാൻ US ശ്രമിക്കണമെന്നും ഗ്രീൻലൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫ്രെഡറിക് നിൽസൺ പ്രതികരിച്ചിരുന്നു. US നടപടിക്കെതിരെ ഡെൻമാർക്കും രംഗത്തെത്തി. ഡെൻമാർക്കിലെ US സ്ഥാനപതിയെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു. ആർട്ടിക് മേഖലയിൽ സൈനിക ആധിപത്യം ഉറപ്പിക്കാൻ ഗ്രീൻലൻഡ് സഹായിക്കും. നിലവിൽ അവിടെ അമേരിക്കയ്ക്ക് തൂൾ എന്ന പേരിൽ ഒരു വലിയ എയർബേസ് ഉണ്ട്. കൽക്കരി, സിങ്ക്, ചെമ്പ്, ഇരുമ്പ് എന്നിവ കൂടാതെ അപൂർവമായ ധാതുക്കളുടെ വലിയ ശേഖരം ഇവിടെയുണ്ട്. ആർട്ടിക് മേഖലയിൽ റഷ്യയുടെയും ചൈനയുടെയും വർദ്ധിച്ചു വരുന്ന സ്വാധീനം തടയാൻ ഗ്രീൻലൻഡ് സ്വന്തമാക്കുന്ന ഉപകരിക്കുമെന്നും അമേരിക്ക കരുതുന്നു. തുടങ്ങിയ നിർണായക കാരണങ്ങളാണ് ഗ്രീൻലൻഡിലേക്ക് അമേരിക്ക കണ്ണുവെക്കുന്നതിന്റെ കാരണങ്ങൾ. അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന്റെ ഭാഗമായ പ്രദേശം അവരുടെ അനുവാദമില്ലാതെ വാങ്ങാനോ ഏറ്റെടുക്കാനോ കഴിയില്ല. മാത്രമല്ല, ദ്വീപിന്റെ പ്രതിരോധ വിദേശ നയങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം ഇപ്പോഴും ഡെൻമാർക്കിനാണ്. ഡെൻമാർക്കും ഗ്രീൻലൻഡിലെ ജനങ്ങളും ട്രംപിന്റെ നിലപാടിനെ പൂർണ്ണമായും എതിർക്കുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ ആഗ്രഹം എന്തായാലും നടപ്പിലാകില്ല. മറ്റേതെങ്കിലും തരത്തിൽ ഇത്തരത്തിലൊരു സാധ്യതയുണ്ടോ എന്നായിരിക്കും ട്രംപ് നിലവിൽ പരിശോധിക്കുന്നത്. എന്നാലും ഗ്രീൻലൻഡിനെ US കൂട്ടിച്ചേർക്കുമെന്ന് ഏറെക്കാലമായി ട്രംപ് പറയുന്നുണ്ട്. ദ്വീപിലെ അളവറ്റ ധാതു സമ്പത്തിലാണ് ട്രംപിന്റെ പ്രധാന കണ്ണ്. അപ്പൊ ഗ്രീൻലൻഡിന്റെ തന്ത്രപരമായ സ്ഥാനം ആകർഷക ഘടകമാണ്. 21.66 ലക്ഷം ചതുരശ്ര കിലോമീറ്ററുള്ള ഗ്രീൻലൻഡിൽ 57,000 മാത്രമാണ് ജനസംഖ്യ. വർഷം മുഴുവൻ പാതിയിലേറെ പ്രദേശവും പൂർണ്ണമായി മഞ്ഞ് മൂടിക്കിടക്കുന്നതിനാൽ അവിടുത്തെ ധാതു സമ്പത്ത് കാര്യമായി ശേഖരിക്കപ്പെട്ടിട്ടില്ല. 1979 മുതൽ തെരഞ്ഞെടുപ്പിലൂടെ നിയമിക്കപ്പെടുന്ന സ്വന്തം സർക്കാരുമുണ്ട്. അവിടേക്കാണ് ട്രംപിന്റെ ദുരാഗ്രഹം വരുന്നത്. ഗ്രീൻലൻഡ് ഒരു കോളനിയിൽ നിന്നും ഡെൻമാർക്കിന്റെ അർദ്ധ സ്വയംഭരണ പ്രദേശമായി മാറിയത് പല ഘട്ടങ്ങളിലൂടെയുള്ള രാഷ്ട്രീയ പരിവർത്തനങ്ങളുടെ ഭാഗമായാണ്. 18ാം നൂറ്റാണ്ട് മുതൽ ഗ്രീൻലൻഡ് ഒരു ഡാനിഷ് കോളനിയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കോളനി വിരുദ്ധ വികാരം ശക്തമായതോടെ 1953 ഡെൻമാർക്ക് തങ്ങൾക്ക് സ്വന്തമായ ഒരു ഭരണഘടന ഭേദഗതി ചെയ്തുണ്ടാക്കി. ഇതിലൂടെ ഗ്രീൻലൻഡിന്റെ കോളനി എന്ന പദവി നിർത്തലാക്കി. ഡെൻമാർക്ക് രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായ ഒരു പ്രൊവിൻസ് ആയിട്ടാണ് അംഗീകരിച്ചത്. ഇതോടെ ഗ്രീൻലൻഡുകാർക്ക് ഡാനിഷ് പൗരത്വം ലഭിക്കുകയാണ് ഉണ്ടായത്. ഡെൻമാർക്കിന്റെ ഭാഗമാണെങ്കിലും സ്വന്തം കാര്യങ്ങളിൽ കൂടുതൽ അധികാരം വേണമെന്ന ആവശ്യമുണ്ടായി. അതുകൊണ്ട് 79 ഹിതപരിശോധനയിലൂടെ ഗ്രീൻലൻഡിന് ഹോം റൂൾ പദവി ലഭിച്ചിരുന്നു. ഇതിലൂടെ ഗ്രീൻലൻഡിന് സ്വന്തമായ ഒരു പാർലമെന്റും സർക്കാരുമുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, പരിസ്ഥിതി തുടങ്ങിയ പ്രാദേശിക കാര്യങ്ങൾ അവർക്ക് സ്വയംഭരണമുണ്ട്. സ്വയംഭരണാധികാരം കൂടുതൽ വർദ്ധിപ്പിക്കാൻ 2009 ജൂൺ 21 ഗ്രീൻലാൻഡ് സെൽഫ് ഗവൺമെന്റ് ആക്ട് നടപ്പിലാക്കി. എന്തായാലും ഇത്തരം ഒരു ഘട്ടത്തിലാണ് ഒരു സ്വയംഭരണ രാഷ്ട്രത്തിന് നേരെ ട്രംപിന്റെ ദുരാഗ്രഹം.